വളരെ സ്നേഹനിധികളായിരിക്കുന്ന ഈ ഗ്രാമീണ നിവാസികൾക്ക് പ്രാരംഭത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എനിക്ക് മുമ്പേ ഇതേക്കുറിച്ച് സംസാരിച്ച വ്യക്തിവിധം പറഞ്ഞതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണം നടത്തി സ്ഥിരമായ ഒരു വിടുതൽ, ആ വിഷയത്തിൽ ഒരു മോചനം, ഒരു സ്ഥിരമായ മോചനം എങ്ങനെ പ്രാപിക്കാം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹം വളരെയേറെ പുരോഗമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജ്ഞാനം വർദ്ധിച്ച്, അറിവ് വർദ്ധിച്ച്, ഏതറിവും നമ്മുടെ വിരൽത്തുമ്പിൽ ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ, വളരെ വിജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിൽ, അറിവിൻ്റെ മണ്ഡലത്തിൽ വളരെ വിപ്ലവകരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ലോകത്ത് ആത്മഹത്യയുടെ നിരക്കിൽ കുറവില്ല. അതേ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലും ഒരു കുടുംബം ഗ്യാസ് ഓൺ ചെയ്ത് വിട്ടിട്ട് തീയിട്ട് വെന്ത് മരിക്കാൻ 4 പേര് സ്വയം ജീവനൊടുക്കാനിടയായി തീർന്നു. പല ആത്മഹത്യകളും നമ്മുടെ ദേശത്ത് പല സ്ഥലത്തും നടക്കുകയാണ്. കൊലപാതകങ്ങൾ നമ്മുടെ ദേശത്ത് നടക്കുന്നു. അതെ, നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു, മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. അങ്ങനെ അനേകം വാർത്തകളാണ് അനുദിനവും വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഏത് കാലഘട്ടത്തിലും ഒരുപോലെയാണ്. മനുഷ്യൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, അത് മനുഷ്യന് സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല എന്നുള്ളത് തന്നെയാണ്. അതെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു 40-50 കൊല്ലം മുമ്പ് മനുഷ്യൻ്റെ ബേസിക്കലി പ്രശ്നം ദാരിദ്ര്യമായിരുന്നു, പട്ടിണിയായിരുന്നു. മനുഷ്യൻ വളരെയേറെ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ച ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ടായിരുന്നു. കാരണം ജന്മിത്തമായിരുന്നു നമ്മുടെ നാട്ടിൽ കുടിവാണിരുന്നത്. അതെ, ജന്മിമാർ അവരുടെ കുടിയാന്മാരായി മനുഷ്യരെ കണ്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാകും എന്ന് പറയാൻ പറ്റത്തക്കവണ്ണം ഇന്ന് നമുക്കൊക്കെ സ്ഥലവും നിലവുകളുമൊക്കെ സ്വന്തമാകത്തക്കവണ്ണം നിയമങ്ങൾക്കൊക്കെ മാറ്റം വന്നു. അതായത് നമുക്കൊത്തിരി വ്യത്യാസങ്ങൾ വരുവാനിടയായി തീർന്നു. എന്നാലും പ്രിയമുള്ളവരെ, നമുക്കറിയാം, മനുഷ്യന് സ്വസ്ഥതയില്ല, സമാധാനമില്ല എന്ന മണ്ഡലത്തിൽ മാത്രം ഒരു കുറവും വന്നിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആത്മഹത്യാ നിരക്കിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. കാരണം എന്താണ്? മനുഷ്യന് സ്വസ്ഥതയിലേക്ക്, സമാധാനത്തിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും നൽകുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചും, അതെ, മനുഷ്യനെ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും നടത്തുന്ന ഒരു വ്യക്തി ജീവിതത്തെക്കുറിച്ചും പരിചയപ്പെടുത്തി ഞങ്ങൾ പെട്ടെന്ന് പിൻവാങ്ങുന്നതാണ്. പ്രിയമുള്ളവരെ, ആദ്യമായി ആ പുസ്തകത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താം. ആ പുസ്തകം വിശുദ്ധ വേദപുസ്തകം അഥവാ വിശുദ്ധ ബൈബിളാണ്. അത് 1400 വർഷം കൊണ്ട് 40ഓളം എഴുത്തുകാർ എഴുതി പൂർത്തിയാക്കിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ വായിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ളതും ലോകത്ത് ഏത് രാജ്യത്ത് ചെന്നാൽ ലഭിക്കുന്നതും ആദ്യമായി അച്ചടിക്കപ്പെട്ടതുമായ ഒരു ശ്രേഷ്ഠ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ആ ബൈബിൾ വായിച്ച എല്ലാവരെയും ഒരു കണക്കിൽ ഒരവസ്ഥയിലെങ്കിലും സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ് ബൈബിൾ. അതേ, മഹാത്മാഗാന്ധി മുതൽ ശ്രീനാരായണ ഗുരു വരെ ഇന്ത്യയിലെ പല മഹാത്മാരെയും ഈ പുസ്തകം സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നല്ല, ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരെയും, ഇത് വായിച്ചിട്ടുള്ള സകല മനുഷ്യരെയും ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണെന്നറിയാമോ ഇത് വായിച്ചിട്ടുള്ള എന്ന് എടുത്തു പറയാൻ കാരണം? എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിക്കെങ്കിലും ഈ ബൈബിൾ വായിക്കണം എന്നൊരു താല്പര്യം തോന്നാൻ വേണ്ടിയിട്ടാണ്. ഇത്രയ്ക്കും ശ്രേഷ്ഠമായ ഇത് പുസ്തകമാകാൻ കാരണം ഇത് ദൈവത്തിൻ്റെ പുസ്തകമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏത് ഭാഷയിലും ഈ പുസ്തകം വായിക്കാം. അതെ, ഈ പുസ്തകം എഴുതപ്പെട്ട
ഭാഷയിൽ തന്നെ വായിക്കണമെന്ന് ഒരു നിർബന്ധവും ദൈവത്തിനില്ല. ദൈവം എല്ലാ ഭാഷകൾക്കും അതീതമായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മലയാളത്തിലോ ഇംഗ്ലീഷിലോ ട്രാൻസ്ലേഷൻ ഏതുമായിക്കോട്ടെ നിങ്ങൾക്ക് ആ ബൈബിൾ വായിക്കാം. വായിച്ചാൽ വായിക്കുന്നവനെ സ്വാധീനിക്കുന്ന, വായിക്കുന്നവന് മാറ്റം വരുത്തുന്ന, വായിക്കുന്നവൻ്റെ ഹൃദയത്തിൽ പണി ചെയ്യുന്ന, വേല ചെയ്യുന്ന ഒരു നല്ല വാക്കുകളും നല്ല ദൈവത്തിൻ്റെ വചനവുമുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, വിശുദ്ധ ബൈബിൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളത് തുറന്നു വായിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ബൈബിൾ ഒരു പൂജ്യ വസ്തുവാണെന്ന്. അതെ, പൂജിക്കാനായി നിങ്ങൾ പൂജ്യസ്ഥലത്ത് ചിലപ്പോൾ വെച്ചിരിക്കുകയായിരിക്കാം ബൈബിൾ തീർച്ചയായും ബഹുമാനിക്കപ്പെടുന്ന ഒരു പുസ്തകം തന്നെയാണ്. പക്ഷേ ബഹുമാനിക്കപ്പെടുക മാത്രം ചെയ്യേണ്ട പുസ്തകമല്ല ബൈബിൾ. മറിച്ച് ബഹുമാനിക്കപ്പെടുന്നതിനോടൊപ്പം നാം എടുത്ത് വായിക്കുക കൂടി ചെയ്യേണ്ട പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് ബൈബിൾ വായിക്കാൻ പ്രാരംഭത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കൊരു ബൈബിൾ വായിക്കാനായി സ്വന്തമായി ഇല്ലെങ്കിൽ തീർച്ചയായും ഈ സമയത്ത് ഞങ്ങളെ സമീപിച്ചാൽ തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു ബൈബിൾ ഞങ്ങൾ നൽകി തരുന്നതാണ്. അല്ലെങ്കിൽ പിന്നീട് ഞങ്ങൾ തരുന്ന ലേഖലേഖയിൽ ഞങ്ങളുടെ നമ്പറുണ്ട്. നിങ്ങൾ വിളിച്ചാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ നിങ്ങൾക്കൊരു ബൈബിൾ എത്തിച്ചു തരുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ ബൈബിളാണ് ദൈവ തിരുവചനങ്ങൾ അടങ്ങിയ ഏക പുസ്തകം. ഈ ബൈബിൾ പറയുന്നു, മനുഷ്യ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യന്റെ കൂടെയുള്ള ഒരു ദൈവത്തെ പരിചയപ്പെടുത്തിയ വിശുദ്ധ പുസ്തകമാണ് ബൈബിൾ. ബൈബിൾ പറയുന്ന രണ്ടാമത്തെ വ്യക്തമായ ഒരു വസ്തുത മനുഷ്യനെ കുറിച്ചാണ്. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ എന്നാണ് ബൈബിൾ പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അതെ, നമുക്കറിയാം, നമ്മൾ അകത്തേക്ക് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ സാധിക്കാതെ പോയാൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് കാലം അവസാനിച്ചു. അവൻ്റെ കാലം അവസാനിച്ചു, അവൻ്റെ ദിവസങ്ങൾ, മണിക്കൂർ അവസാനിച്ചു. അതെ, മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയും, അവൻ മരിച്ചുപോയി, അവനിപ്പോൾ ഡെഡ് ബോഡിയായി മാറി. കഴിഞ്ഞ ദിവസം വരെ അവൻ തോമസോ അയ്യപ്പനോ എന്തുമായിരുന്നായിരിക്കാം, പക്ഷേ പേര് മാറി. അതെപ്പോൾ പേര് മാറിയിട്ട് അവൻ്റെ പേര് ഡെഡ് ബോഡി എന്നായി. എൻ്റെ സ്നേഹിതൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കോഴിക്ക് മരിച്ചു കഴിഞ്ഞാൽ പല പേര് വരും, പക്ഷേ ഇതാ മനുഷ്യന് മരണം കഴിഞ്ഞാൽ ഒരു പേരേ ഉള്ളൂ, അത് ഡെഡ് ബോഡി എന്നാണ്. അത് ഏത് മനുഷ്യനും ഒരു മരണമുണ്ട് എന്ന വസ്തുത വളരെ ദുഃഖത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? പല മനുഷ്യരും തങ്ങൾക്ക് മരണമില്ല, തങ്ങൾ അജയരാണ്, ഏത് കാലത്തും ജീവിക്കുമെന്ന മട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഏത് മനുഷ്യനും ഒരു മരണമുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. അതേ, മുത്തച്ഛന്മാർ ഇരിക്കുന്നു, മുതുമുത്തച്ഛന്മാരും ഇരിക്കുന്നു എന്നുള്ളതൊക്കെ കവിഭാവനയാണ്. അതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. ഏത് മനുഷ്യനും മരണത്തിന് അധീനനാണ്. അതേ, രംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെ ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് തേടി വരാവുന്ന, ഏത് പ്രായമൊന്നുമില്ല. 70 വയസ്സായിട്ട് ഞാൻ മരിക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ഏത് സമയത്തും ഏത് പ്രായത്തിലും മരണം നമ്മളെ തേടി വന്നേക്കാം. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്ന നമുക്ക് പ്രത്യാശ തരുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ഈ മനുഷ്യന് മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അതെ, മരിച്ചാൽ മനുഷ്യന്റെ ജീവിതം തീരുന്നില്ല, അവന് മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട്. എല്ലാ മതങ്ങളും എല്ലാ ഇസങ്ങളും ഒരു പരിധിവരെ ഇതിൽ വിശ്വസിക്കുന്നു. എന്നാൽ ബൈബിൾ അത് അടിവരയിട്ട് പറയുന്നു, അതെ, മരണശേഷം മനുഷ്യ നിനക്കൊരു ജീവിതമുണ്ട്. അതെ, മരണശേഷമുള്ള ജീവിതം സുഖകരമാക്കുവാൻ ഒരു വ്യവസ്ഥ വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അതെ, മനുഷ്യന് മരണശേഷം ഒരു സ്വർഗത്തിലേക്ക് പോകണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണല്ലോ മരിച്ച മനുഷ്യർക്ക് വേണ്ടി പലരും പ്രാർത്ഥനയും പൂജകളൊക്കെ നടത്താൻ കാരണം. എല്ലാ മനുഷ്യരും മരിച്ചയാള് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? ഞാൻ മരിച്ചാൽ ഞാനും ഒന്ന് സ്വർഗത്തിൽ പോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു നിമിഷം ചിന്തിക്കൂ, ഈ സന്ദേശം ഒന്ന് കേൾക്കൂ. ദേ, നീ മരിച്ചാൽ ഇന്ന് നീ സ്വർഗത്തിന് അവകാശിയായി തീരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അതെ, മരണശേഷം ആരെങ്കിലും എന്നെ പ്രാർത്ഥിച്ചോ പൂജ നടത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് എന്നെ കൊണ്ടുപോകുമെന്ന് ആരും കരുതരുത് എൻ്റെ പ്രിയ സ്നേഹിത. അങ്ങനെ ഒരു വസ്തുത വേദപുസ്തകത്തിൽ ബൈബിളിൽ പറയുന്നില്ല. ബൈബിൾ പറയുന്നു, ജീവിച്ചിരിക്കുമ്പോൾ ആ നല്ലത് ചെയ്ത് നാം സ്വർഗത്തിന് അവകാശിയാകണം. എന്ത് നല്ലതാണ് ചെയ്യേണ്ടത്? ചെയ്യേണ്ട നല്ലതിനെ കുറിച്ച് വ്യക്തമായി വേദപുസ്തകം പറയുന്നത് പ്രവൃത്തിയെക്കുറിച്ചല്ല, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന കാര്യമല്ല. നാം ചെയ്യേണ്ട ഒരേ ഒരു നല്ല കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അത് ഇതാണ്. 2000
2000 കൊല്ലം മുമ്പ് ദൈവമായിരുന്ന ഒരുവൻ അവൻ്റെ സകല സ്വർഗീയ മഹിമകളെയും വെടിഞ്ഞ് ഈ താണ ലോകത്തേക്ക് ഇറങ്ങി വന്ന് കാൽവരി കുന്നിൽ തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി തൻ്റെ ശരീരം ഒരു പരമയാഗമായി വിട്ടുകൊടുത്ത് സ്വയം യാഗമർപ്പണം ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവാണ് മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് 2000 കൊല്ലം മുമ്പ് കാൽവരിയിൽ സ്വയം യാഗമായി തീർന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി മരിച്ചുവെന്ന വസ്തുത നിങ്ങൾ കേൾക്കുകയും ഈ സുവിശേഷം കേൾക്കുകയും ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ഈ സുവിശേഷം ഏറ്റെടുക്കുകയും ചെയ്യുന്നെങ്കിൽ നിശ്ചയമായും നീ സ്വർഗത്തിന് അവകാശിയായിത്തീരും. എന്താണ് ഉറപ്പ്? വേദപുസ്തകം തന്നെയാണ് ഉറപ്പ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു. ബൈബിളിലെ പുതിയ നിയമത്തിലെ 4-ാമത്തെ പുസ്തകമായ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും ദൈവമക്കളാകാൻ കഴിവ് കിട്ടും. അതേ അവകാശമുണ്ട്. അത് ദൈവമക്കളായി തീരാൻ പറ്റും. എന്താണ് ദൈവവൈതലായി തീർന്നാലുള്ള ഗുണം? നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്കോ ജോലി സ്ഥലത്തിലേക്കോ ഒക്കെ പോയാൽ അവർക്ക് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരം ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കാൻ കാരണം ആ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ വരും. അതെ, മക്കൾ സ്വന്തം ഭവനത്തിലാണ് പോകുക. അതെ, ദൈവത്തിൻ്റെ മക്കളായി നിങ്ങൾ തീർന്നാൽ ദൈവത്തിൻ്റെ ഭവനമായ സ്വർഗത്തിലാണ് മരണശേഷം എത്തിച്ചേരുക. അതാണ് ഉറപ്പ്. ഒരു ദൈവവൈതലായി തീർന്നാൽ നിശ്ചയമായും നിങ്ങൾ സ്വർഗത്തിന് അവകാശികളായി തീരും. അപ്പോൾ മരണാനന്തരം ഒരു സ്വർഗീയ അവകാശിയായി ഞാനും നിങ്ങളും തീരുവാൻ അതേ വേദപുസ്തകം ഒരു മാർഗം നിർദ്ദേശിക്കുന്നു. അത് വിശ്വാസത്തിൻ്റെ മാർഗമാണ്. വ്യക്തമായി വേദപുസ്തകം പറയുന്നു, അത് പ്രവൃത്തിയാൽ അല്ല 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 നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടും നമുക്ക് രക്ഷ സാധ്യമാകുകയില്ല. മറിച്ച് കർത്താവായ യേശുക്രിസ്തു ചെയ്ത പരമയാഗമെന്ന പ്രവൃത്തിയിൽ നീയും ഞാനും വിശ്വസിക്കുന്നതിലൂടെ വിശ്വാസം വഴി ദൈവം നമ്മെ സ്വർഗത്തിന് അവകാശിയാകുന്നു. പ്രിയമുള്ളവരെ, ഞാനൊരു പാപിയാണെന്നും എൻ്റെ പാപത്തിന് പരിഹാരമായി 2000 കൊല്ലം മുമ്പ് കർത്താവായ യേശുക്രിസ്തു കാൽവരിക്കുന്നിൽ മരിച്ചെന്നും ആ യേശുവിനെ എനിക്ക് ആവശ്യമുണ്ടെന്നും നിങ്ങൾക്കാർക്കെങ്കിലും ബോധ്യപ്പെടുന്നെങ്കിൽ ഇതൊരു നിർബന്ധത്താൽ ഉള്ള കാര്യമല്ല. നിങ്ങൾക്കിത് സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള പൂർണ്ണ അവകാശമുണ്ട്. അതാണ് വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത. വേദപുസ്തകം ഇത് സ്വീകരിച്ചവരെ സ്നേഹിക്കുകയും സ്വീകരിക്കാത്തവരെ കൊന്നുകളയാൻ നിർദ്ദേശിക്കുന്ന പുസ്തകമല്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഇത് സ്വീകരിച്ചാൽ ഈ സുവിശേഷം, യേശുക്രിസ്തു എന്ന സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച് യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ഞാനൊരു പാപിയാണെന്ന് ഞാൻ അറിയുന്നു, നിന്റെ കുരിശിലെ മരണം എൻ്റെ പാപത്തിന് പരിഹാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് നിങ്ങൾ ഇപ്രകാരം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ അങ്ങ് കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ പരമയാഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ അങ്ങയുടെ പൈതലാക്കി സ്വർഗത്തിന് അവകാശിയായി എന്നെ തീർക്കണമേ എന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നൽകിയ ലഘുലേഖയിൽ ഈ പ്രാർത്ഥനയുണ്ട്. ദയവായി ആ ലഘുലേഖ വായിച്ച് ഒരിക്കൽ കൂടി നിശ്ചയം ഭാവിച്ച് അത് വായിക്കുക, അത് പ്രാർത്ഥിപ്പാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. ഒപ്പം തന്നെ ബൈബിൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിശ്ചയമായും അത് തുറന്ന് വായിക്കണം. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ.